ലോകത്തെ പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്ലോബൽ ഫിനാൻസ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 5ാമത്തെ രാജ്യമായി ഖത്തറിനെ റാങ്ക് ചെയ്തു. എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളും കോവിഡ്-19 പാൻഡമിക് ഉയർത്തുന്ന വെല്ലുവിളികളും തരണം ചെയ്ത ഖത്തറിന്റെ സാമ്പത്തിക പ്രതിരോധം റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി. ഖത്തറിന്റെ പ്രതിശീർഷ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ക്രമാനുഗതമായി വർദ്ധിച്ചു. 2014 ഗണ്യമായ ഇടിവ് നേരിടുന്നതിനു മുമ്പ് $1,43,000 കണക്ക് സമീപ വർഷങ്ങളിൽ ക്രമേണ ഉയരുകയാണ്. പ്രതിവർഷം ഏകദേശം $10,000 മില്യൺ വീതമാണ് വർദ്ധിക്കുന്നത്. അതേസമയം ഖത്തറിന്റെ എണ്ണ, വാതകം, പെട്രോകെമിക്കൽ കരുതൽ ശേഖരം വളരെ വലുതാണ്. ജനസംഖ്യ വളരെ ചെറുതും, വെറും 3 മില്യൺ. അത്യാധുനിക വാസ്തുവിദ്യ, ആഡംബര ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ 20 എണ്ണത്തിൽ തുടരാൻ ഖത്തറിനെ പ്രാപ്തമാക്കി. പ്രശസ്തമായ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പരിചയസമ്പന്നരായ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. ഖത്തറിലുള്ളവർ മാത്രം ബന്ധപ്പെടുക. വാട്സ്ആപ്പ് നമ്പർ 70981098. ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുഗതാഗത സുരക്ഷാ മാനേജ്മെന്റ് ഇന്നലെ രാവിലെ ഒരു സിമുലേഷൻ അഭ്യാസം നടത്തി. ഇന്റർസെക്ഷൻ 10-11 എം ഷെരീഫ് നഗരത്തിലെ ട്രാം ട്രാക്കിലെ ഒരു തടസ്സമാണ് അഭ്യാസം അനുകരിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിൽ പറഞ്ഞു. പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും അവരുടെ സന്നദ്ധത വിലയിരുത്താനും ഖത്തറിന്റെ റെയിൽവേ സുരക്ഷിതമാക്കാൻ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യാനും ലക്ഷ്യമിട്ടായിരുന്നു പ്രകടനം. യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ 2024 ഭൗമദിനത്തോട് അനുബന്ധിച്ച് പേൾ ഐലൻഡിലെ പോർട്ടോ അറേബ്യ മറീനയുടെ കടൽ തീര ശുചീകരണ ക്യാമ്പയിൻ വിജയകരമായി നടപ്പിലാക്കി. 2023 കടൽ തീര ശുചീകരണ സംരംഭത്തിന്റെ ശ്രദ്ധേയമായ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഈ വർഷത്തെ ക്യാമ്പയിനിൽ പ്രൊഫഷണൽ ഡൈവർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും താമസക്കാരുടെയും ശ്രദ്ധേയമായ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിച്ചു. റോണാട്ടിക്ക മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെന്റ് കമ്പനി, കൊറിന്തിയ യാച്ച് ക്ലബ്, സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം, ഖത്തർ സിവിൽ ഡിഫൻസ്, യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ, പാപ്പ ജോൺസ്, ബോസ് കോഫി, എ മുതൽ Z സേവനങ്ങൾ, പവർ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ട് കോ, ബോക്കർ പബ്ലിക് സേഫ് സർവീസസ്, ഡൈവ് മാസ്റ്റർ, ഖാലിദ് സാക്കി, കിഡ്സാനിയ ദോഹ, UDC എന്നിവയുൾപ്പെടെയുള്ള സ്വകാര്യ പൊതുസ്ഥാപനങ്ങളുമായി ചേർന്ന് സമഗ്രമായ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. സീലൈൻ മേഖലയിൽ അപകടകരമായ ഒരു സിങ്ക് ഹോളിന് ചുറ്റുമുള്ള പ്രദേശം അടച്ചുപൂട്ടാനും ആവശ്യമായ മുൻകരുതൽ നടപ്പിലാക്കാനും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടപടി സ്വീകരിച്ചു. വിഷയം ചൂണ്ടിക്കാണിച്ചുള്ള ഒരു പൗരന്റെ അടിയന്തര അഭ്യർത്ഥനയ്ക്ക് മറുപടിയായാണ് നടപടി. അപകട സാധ്യത മുൻനിർത്തി സന്ദർശകരെയും ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന വാഹനങ്ങളെയും സംരക്ഷിക്കുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പെട്ടെന്നുള്ള അടച്ചുപൂട്ടൽ. മന്ത്രാലയത്തിന്റെ നാച്ചുറൽ റിസർവ് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സീലൈൻ യൂണിറ്റ് ഹോൾ അടച്ച് സമീപത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഉടനടി ആരംഭിച്ചു. ഒരാൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ. വീഡിയോയിൽ ഈ സിങ്ക് ഹോൾ ചിത്രീകരിക്കുകയും അധികാരികളോട് ഇടപെടാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നതും കാണാം. ഗതാഗത മന്ത്രാലയം കപ്പലുകളിൽ പരിശോധനയും നിരീക്ഷണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. തീരദേശ സുരക്ഷാ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, മുനിസിപ്പാലിറ്റി മന്ത്രാലയം, പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം, ഖത്തർ ടൂറിസം എന്നിവയെ പ്രതിനിധീകരിച്ച് ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് നടപടി. അൽവക്ര ടെർമിനലിൽ ആരംഭിച്ച ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളുടെ സമുദ്ര സുരക്ഷാ നിബന്ധനകളും നിയമപരമായ ആവശ്യകതകളും കമ്പനികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മന്ത്രാലയത്തിന്റെ സമുദ്രഗതാഗത കാര്യവിദഗ്ധർ ഈ കപ്പലുകളിലെ നാവിക സുരക്ഷയും സുരക്ഷാ ഉപകരണങ്ങൾ പരിശോധിച്ച് അവയുടെ ലഭ്യതയും പ്രവർത്തനവും ഉറപ്പാക്കുന്നു. കൂടാതെ ബാധകമായ നിയമങ്ങളുടെയും തീരുമാനങ്ങളുടെയും വ്യവസ്ഥകൾക്ക് അനുസൃതമായി കപ്പൽ ക്യാപ്റ്റന്മാർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.